അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ മറ്റു ഏത് കാര്യങ്ങൾ നമ്മൾ വരവേൽക്കുമ്പോഴും നമുക്ക് നിർബന്ധമായും വേണ്ട ഒരുക്കങ്ങൾ പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് വേണമെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. നല്ല ഒരു ഒരുക്കമില്ല എങ്കിൽ നമുക്ക് ഈ റമളാനിനെ നല്ല പോലെ സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കായാലും നമ്മൾ നല്ല ഒരുക്കങ്ങൾ നടത്താറുണ്ട്. ഉദാഹരണം, SSLC പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. ഈ മാസം നടക്കാൻ പോകുന്ന SSLC പരീക്ഷ, ആ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ഗവൺമെൻറ് മോഡൽ പരീക്ഷകളും അതേപോലെ തന്നെ റിഹേഴ്സലുകളും അതേപോലെ തന്നെ റിവിഷനുകളും മറ്റുമൊക്കെ അവരുടെ സ്കൂളുകളിൽ നടത്താറുണ്ട്. ഇതൊക്കെ SSLC എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയെ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കമെന്നോണമാണ് സാധാരണഗതിയിൽ ഇതൊക്കെ നടത്തി വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ കരുതാം. ആ സമയങ്ങളിൽ നമ്മൾ കൃത്യമായ അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ അത് അവതാളത്തിലായി പോകും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്തുകൊണ്ടും നമ്മൾ വിശുദ്ധമായ റമളാൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്ക് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു മാസമാണ് റമളാൻ. സയ്യിദ് ഷുഹൂർ എന്ന പേരുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. നഷ്ടപ്പെട്ടാൽ എല്ലാ ഭാഗ്യവും നമുക്ക് നഷ്ടമായി പോകും. എന്നാൽ ലഭിച്ചാലോ എല്ലാ സൗഭാഗ്യങ്ങളും അത് ലഭിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ, മഹാനായ ത്വബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു. അതാക്കും ഷഹ്റു റമളാൻ ഷഹ്റു ബറക്കത്തിൻ ഫീഹി ഖൈർ യൻസിലു ഫീഹി റഹ്മ വയുഹത്തു ഫീഹിൽ ഖതായ വയസ്തജീബു ഫീഹി ദുആ വയുബാഹി ബികുമുൽ മലായിക ഫഅദ്ദു മിൻ അൻഫുസികും ഖൈറ ഫഇന്ന ശഖിയ മൻ ഹറുമ ഫീഹി റഹ്മത്തുല്ലാഹ്. അതാക്കും ഷഹ്റു റമളാൻ, നിങ്ങളിലേക്ക് റമളാൻ ആഗതമായിരിക്കുന്നു. റമളാൻ വളരെ ബറക്കത്ത് നിറഞ്ഞ മാസമാണ്. ഈ മാസത്തിൽ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു. മാത്രമല്ല, ഈ മാസങ്ങളിൽ, ഈ സമയങ്ങളിൽ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകുന്നു, പെട്ടെന്ന് ഉത്തരം നൽകുന്നു. അതുപോലെ തന്നെ മലായികങ്ങൾ അവരുടെ പ്രത്യേകമായ പരിഗണനകൾ അവർക്ക് ലഭിക്കുന്നു. എന്നാലോ ഈ മാസം ഒരു മനുഷ്യന് പരാജയപ്പെട്ടു പോയാൽ, അവന് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഏറ്റവും മുറിഞ്ഞു പോയവനാണ് എന്ന് മഹാന്മാർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. റമളാൻ നാടുകളിൽ നിന്ന് ഹറമ് പോലെയും, എന്നാൽ യാക്കൂബ് നബിയുടെ 12 മക്കളിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്താണ് എന്നൊക്കെ ഉദാഹരിച്ചവരുണ്ട്. ഇതൊക്കെ പരിശുദ്ധമായ റമളാനിൻ്റെ മഹത്വത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ സമ്മാനവുമായി നമ്മിലേക്കെത്തുന്ന വിശുദ്ധമായ റമളാൻ, നമ്മളിലേക്കെത്തിയ വിശുദ്ധമായ റമളാനിന് വേണ്ടി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണമെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. റമളാനിൽ നാം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കി വേണം അതിലേക്കുള്ള മുന്നൊരുക്കങ്ങളെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തേക്കും ആവശ്യമായ മഹാസമ്മാനങ്ങൾ വാരി വിതറുന്ന ഒരു അസുലഭ സന്ദർഭമാണ് വിശുദ്ധമായ റമളാൻ. ഖുർആൻ എന്ന റബ്ബിൻ്റെ കലാമിറക്കി ആദരിച്ചതിൻ്റെ ആവർത്തിച്ചുള്ള വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും അനുഗ്രഹത്തിൻ്റെ, പാപമോചനത്തിൻ്റെ, നരക വിമുക്തിയുടെ ദിനങ്ങൾ നമ്മിലേക്ക് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ കൂട്ടുകാരെ, റമളാനിലെ ഈ നോമ്പ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. 3 ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒന്ന് നമ്മുടെ റൂഹിയായ ഗുണമാണ്, അഥവാ ആത്മീയമായി ഉയർന്ന് മലക്കുകളെപ്പോലെ തെറ്റുകുറ്റങ്ങളില്ലാത്ത വിശുദ്ധമായ ജീവിതം നയിക്കുക. ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ആത്മാവിനെ ശക്തിപ്പെടുത്തി ശരീരത്തെയും അതിൻ്റെ ഇച്ഛകളെയും നിയന്ത്രിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറാനുള്ള
പൂർണ്ണമായി അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ഒരു മലക്കിനെപ്പോലെ തഖ്വയുടെ കരുത്ത് നേടിയെടുക്കുക എന്നതാണ് നമ്മൾ ഈ റമദാനിൽ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ കഴിവ്. തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കരുത്ത് നേടലാണ് റമദാനിൻ്റെ മുഖ്യ പരിശീലനം. മറ്റ് ഇബാദത്തുകളിൽ ലഭിക്കാത്ത പരിശീലനമാണ് നോമ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കാരണം നോമ്പ് എല്ലാ ദേഹേച്ഛകളെയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ശാരീരികമായ മോശമായ പ്രവർത്തനങ്ങളെയും അത് തടഞ്ഞിടുന്നു എന്നോ നമുക്ക് ഇത്ഹാഫ് എന്ന ഗ്രന്ഥത്തിൽ മഹാൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മറ്റ് ഇബാദത്തുകളിൽ ലഭ്യമാകാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇതുമൂലം ലഭ്യമാണ് എന്നൊക്കെ മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്, ഹജ്ജിന് ഇഹ്റാം ചെയ്തവന് കുറേ കാര്യങ്ങൾ നിഷിദ്ധാണ്, എങ്കിലും തിന്നാനും കുടിക്കാനും വിലക്കില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഇതൊക്കെ ഹറമാണെങ്കിലും അത് അധിക സമയം നീണ്ടു നിൽക്കുന്നില്ല. എന്നാൽ അധിക സമയം നീണ്ടു നിൽക്കുന്ന വിശുദ്ധമായ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് മഹാന്മാർ തുടർന്ന് പറയുന്നുണ്ട്. തെറ്റുകുറ്റങ്ങളില്ലാത്ത യഥാർത്ഥ തഖ്വ കൈവരിക്കുന്ന ഈ ലക്ഷ്യം നേടിയെടുക്കാൻ നാം ഇപ്പോൾ ചെയ്യേണ്ടത് പരിപൂർണമായ തൗബ ചെയ്യുക എന്നതാണ്. തൗബയുടെ ഭാഗമായി മുഴുവൻ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നാം പരിശ്രമിക്കണം. തെറ്റാണ് എന്ന ഒരു ധാരണ പോലും ഇല്ലാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. ഉദാഹരണം, നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ള ലോട്ടറിയുമായി ബന്ധപ്പെടുക, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെടുക, സംഗീതം ആസ്വദിക്കുക പോലത്തെ ഒരുപാട് തെറ്റുകൾ നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ നമ്മൾ പൂർണ്ണമായും തൗബ ചെയ്ത് ആത്മീയമായ കരുത്ത് നേടിയെടുക്കുക എന്നതാണ് വിശുദ്ധമായ റമദാൻ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്താണ് തൗബ, ഒരു മനുഷ്യന് തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്നത് കാണാം. അവിടെ നിന്ന് 6 കാര്യങ്ങൾ അവനിൽ ഒരുമിച്ച് കൂട്ടണം എന്ന് മഹാന്മാർ പറയുന്നു. ആദ്യം ശക്തമായ ഖേദം അവൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരണം. അവൻ്റെ മനസ്സിൽ ശക്തമായ ഖേദമാണ് ആദ്യം രൂപപ്പെട്ടു വരേണ്ടത്. അവന് മടക്കിയെടുക്കേണ്ട നിസ്കാരങ്ങളുണ്ടെങ്കിൽ, നിർബന്ധമായ ബാധ്യതകൾ അവൻ്റെ പിരടിയിലുണ്ട് എങ്കിൽ അത് ആദ്യം അവൻ നിർവഹിക്കണം. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആക്രമിച്ച് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാനും അവൻ മനസ്സ് കാണിക്കണം. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്ന ദൃഢനിഷ്ഠയും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹുവിൻ്റെ താഴത്തിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അവനവൻ്റെ ശരീരത്തെ അങ്ങ് ധ്യാനിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുപോകണം. അവൻ ഇതുവരെ തെറ്റിൽ എങ്ങനെയാണോ അടിമപ്പെട്ടത് അതിനേക്കാൾ ഉഷാറായ വഴിയിലൂടെ അവൻ ഇബാദത്തിലേക്ക് ഉന്മേഷം കാണിക്കണം. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ ആ ഒരു കയ്പ് നീരിനെ തൻ്റെ ശരീരത്തിന് അവൻ കുടിപ്പിക്കണം. തെറ്റിൻ്റെ മാധുര്യത്തെ അവൻ ഏത് രൂപത്തിലാണോ കുടിപ്പിച്ചത് അതുപോലെ ഇബാദത്തിൻ്റെ, ത്വാഅത്തിൻ്റെ, അള്ളാഹുവിലേക്ക് വഴിപ്പെടുന്നതിൻ്റെ ആ ഒരു കയ്പ് നീരിനെ തൻ്റെ ശരീരത്തിന് ഇഷ്ടമല്ല എങ്കിലും അതിലേക്ക് തൻ്റെ ശരീരത്തെ അവൻ പിടിച്ചു കൊണ്ടുവരണം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്നതിൻ്റെ രൂപം വിശദീകരിച്ച സമയത്ത് നമ്മോട് പറയുന്നുണ്ട്. റമദാനിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അത് സാമൂഹികപരമാണ്. മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് പരിവർത്തിപ്പിച്ച് ശരിയായ മനുഷ്യനാക്കി മാറ്റുക. അതായത് അവന് വിശക്കുന്നതോടെ അവൻ വിശപ്പിൻ്റെ ശക്തി തിരിച്ചറിയുന്നുണ്ട്, പാവങ്ങളുടെ വേദന ഉൾക്കൊള്ളാനാകുന്നുണ്ട്, ദരിദ്രരുടെ നേരെ അവൻ്റെ കാരുണ്യം പതിയുന്നുണ്ട്, അവൻ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നുണ്ട്. റമദാൻ മുവാസാത്തിൻ്റെ മാസമാണ്. നമ്മുടെ കയ്യിലുള്ളതിൽ മറ്റുള്ളവർക്കും കൂടി അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മെപ്പോലെ മറ്റുള്ളവരും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പങ്കുവെക്കുക എന്നതാണ് മുവാസാത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വശഹറുൽ മുവാസാത്ത് വശഹറുൻ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. മുവാസാത്തിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതേപോലെ തന്നെ മുഅ്മിനായ മനുഷ്യൻ്റെ റിസ്ഖ് വർദ്ധിക്കുന്ന മാസവുമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്അരി ഗോത്രത്തെപ്പറ്റി പറഞ്ഞത് ശ്രദ്ധേയമാണ്. അശ്അരി ഗോത്രക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഇല്ല എങ്കിൽ അവരവരുടെ അടുക്കലുള്ള ഭക്ഷണങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടി അവർ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് അശ്അരിയങ്ങൾ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്അരി ഗോത്രത്തെപ്പറ്റി മദ്ഹ് പറഞ്ഞത് അവിടുന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഷഅബാൻ മാസം
അതുപോലെ മൂന്നാമത്തെ ലക്ഷ്യം ആരോഗ്യപരമാണ്. ഒരു മാസത്തെ നോമ്പ് കൊണ്ട് ആമാശയം ശുദ്ധീകരിച്ച് കൊഴുപ്പ് അലിയിച്ച് ശരീരം കരുത്തുറ്റതാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശ്രദ്ധേയമാണ്. സൂമു തസഹു, നിങ്ങൾ നോമ്പ് നോൽക്കൂ, നിങ്ങൾ ആരോഗ്യദൃഢരാകൂ, ആരോഗ്യമുള്ളവരായി തീരൂ. അതുകൊണ്ട് ആരോഗ്യപരമായും നാം ഒരുക്കം നടത്തുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഈ വർഷത്തെ റമളാൻ ഏറ്റവും ഫലപ്രദമാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യപരമായിട്ട് നമുക്ക് നമ്മുടെ നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും, അതിനെ തുടച്ചു നീക്കാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ റമളാനിനെ നല്ല ഫലപ്രദമായ റമളാനാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ തൗഫീക്ക് നൽകട്ടെ.